തിരഞ്ഞെടുപ്പിൽ താര വോട്ടുകൾ എപ്പോഴും നിർണായകമാണ്. പ്രത്യേകിച്ചും ഇത്തവണ ഒരുപാട് സ്ഥാനാർത്ഥികൾ താരങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളായി രംഗത്തുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശം കൂടുതലാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയപ്പോൾ മുതൽ ചാനൽ പട പുറകെയുണ്ട്. കാര്യം തുടക്കം മുതൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം സ്ഥാനാർത്ഥി ചിത്രത്തിൽ ഉയർന്നു വന്ന പേരാണ് മമ്മൂട്ടിയുടേത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മമ്മൂട്ടി വരുമെന്നുള്ള പ്രചാരണം ശക്തമായി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ താരം പിന്നീട് മാറ്റി പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ല, താൻ തിരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ ഉണ്ടാകില്ല, ആർക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രചാരണത്തിനും ഇറങ്ങില്ല എന്ന നിലപാട് അന്ന് താരം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം പിന്നീട് തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായപ്പോൾ തന്നെ താരത്തെ കാണാൻ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുന്നണി വ്യത്യാസമില്ലാതെ വന്നിരുന്നു. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ, LDF സ്ഥാനാർത്ഥി P രാജീവ്, അതുപോലെ തന്നെ NDF സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം അടക്കം മമ്മൂട്ടിയെ കണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്നു, വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു, ആശംസകളും ആശീർവാദവും ഒക്കെ തേടിയിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ താരം എത്തിയപ്പോൾ വീണ്ടും ഉയർന്ന ചോദ്യം അതുതന്നെയാണ്. മമ്മൂട്ടിയുടെ മനസ്സ് ആർക്കൊപ്പം, മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് ആർക്കൊപ്പം? ആ ചർച്ചകൾ ചൂടുപിടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തവണ വോട്ടിടാൻ മമ്മൂട്ടി എത്തിയപ്പോൾ വന്ന ആ കൗതുക കാഴ്ച തന്നെയാണ് ശ്രദ്ധേയമാകുന്നത്. മമ്മൂട്ടിയുടെ വലത് ഭാഗത്ത് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഉണ്ട്, ഇടത് ഭാഗത്ത് തൊട്ട് ചേർന്ന് തന്നെ P രാജീവുമുണ്ട്. അപ്പോൾ വർഷങ്ങളായി ഒരു ഇടത് സഹയാത്രികൻ എന്നൊരു പേര് മമ്മൂട്ടിക്ക് പൊതുവിൽ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിലൊക്കെയുണ്ട്. അതിനോടൊപ്പം P രാജീവുമായുള്ള മമ്മൂട്ടിയുടെ അകമഴിഞ്ഞ സൗഹൃദം ബന്ധം, ഇടത് സർക്കാരുമായുള്ള മമ്മൂട്ടിയുടെ അടുത്ത ആത്മബന്ധം, അതിനോടൊപ്പം പാർട്ടി ചാനലിന്റെ തലപ്പത്തുള്ള മമ്മൂട്ടിയുടെ ആ ഒരു ഔദ്യോഗിക തലത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെ ഇടതിന് അനുകൂലമാണെന്നാണ് എല്ലാവരും പൊതുവിൽ കണക്ക് കൂട്ടുന്നത്. അത് തങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന് ഇത്തവണ LDF ഉറപ്പിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല, തന്റെ ഇടത് ഭാഗത്തോട് ചേർന്ന് തന്നെ, തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും പോലെയാണ് രാജീവിനെ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായി പനമ്പള്ളി നഗറിലെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ചേർത്ത് നിർത്തിയത്. അതുകൊണ്ട് തന്നെ LDFകാർ ആഘോഷത്തിൽ തന്നെയാണ്. മെഗാസ്റ്റാറിന്റെ വോട്ട് ഇത്തവണ LDF സ്ഥാനാർത്ഥിക്ക് തന്നെയെന്ന് അവർ ഉറപ്പിക്കുമ്പോൾ UDFകാരും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഹൈബി ഈഡൻ തുടക്കം മുതൽ മമ്മൂട്ടിയുടെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങി തന്നെയാണ് ഹൈബി ഇത്തവണ തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയത്. തൊട്ടടുത്ത് തന്നെ ഹൈബി ഈഡൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ മനസ്സിന് ഹൈബി ഈഡൻ അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നും പൊതുവിൽ ഒരു സംസാരമുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മെഗാസ്റ്റാറിന്റെ ഒരു ജനമനസ്, പ്രവർത്തന രീതി പൊതുവിൽ ഇടതിന് അനുകൂലമാണെന്നാണ് LDFകാരുടെ അവകാശവാദം. ഇതുവരെയുള്ള മമ്മൂട്ടിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, മമ്മൂട്ടിയുടെ പ്രവർത്തന ശൈലി പരിശോധിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് താരം ചിന്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും. ഏതായാലും ഇത്തവണ സുരേഷ് ഗോപി അടക്കം തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ട്, ഇന്നസെന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മമ്മൂട്ടിയും പങ്കുചേർന്നിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം താരങ്ങൾ പങ്കുചേർന്നപ്പോൾ വലിയ വിമർശന ശരങ്ങളായിരുന്നുവെങ്കിൽ മെഗാ താരം പങ്കെടുത്തപ്പോൾ അത്രയ്ക്ക് വിമർശനം ഉണ്ടായില്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഏതായാലും താരം ഇപ്പോൾ പനമ്പള്ളി നഗറിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് അനുകൂലമായിരിക്കും താരത്തിന്റെ വോട്ട് എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. പ്രത്യേകിച്ചും LDFനെയും UDFനെയും സംബന്ധിച്ച് എന്നും വിശ്വാസ്യതയിലെടുത്തിട്ടുള്ള ഒരു നേതാവാണ്, ഒരു ജനകീയ മുഖമാണ്, ഒരു താരമാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ കോളേജ് കാലം മുതൽ മമ്മൂട്ടിയുടെ ഒരു രാഷ്ട്രീയ പരിവേഷം, സിനിമാ മേഖലയിൽ മമ്മൂട്ടിയുടെ ചില കഥാപാത്രങ്ങൾ, മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാനലിലെ ഒരു ഔദ്യോഗിക തലത്തിലുള്ള ഒരു ചുമതല, അതോടൊപ്പം LDFന് വേണ്ടി എപ്പോഴും സജീവമായി പ്രചാരണ രംഗത്തൊക്കെ ഇറങ്ങാറുള്ള മമ്മൂട്ടി ഇത്തവണ ഇടതിന് അനുകൂലമായി തന്നെ ചിന്തിക്കുമെന്നാണ് LDF ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. ഏതായാലും പനമ്പള്ളി നഗറിലെ എറണാകുളം മണ്ഡലത്തിലെ 105-ാം നമ്പർ ബൂത്തിൽ P രാജീവിനും ഹൈബി ഈഡനൊപ്പവും എത്തി മമ്മൂട്ടി വോട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് അനുകൂലമായി മാറിയിരിക്കും, ആർക്കായിരിക്കും അനുഗ്രഹമായി മാറിയിരിക്കുക?